പി കെ ഗോപനിലേക്ക് ഞാൻ പോകുകയാണ്. പി കെ ഗോപൻ, SIT-യുമായി ബന്ധപ്പെട്ട വിഷയം, അതിൽ കോൺഗ്രസിന് എന്തുകൊണ്ട് മറുപടി പറയാനാകുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം. ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന അന്വേഷണത്തെ അവർക്ക് വിശ്വാസമായിരുന്നു. ഇന്നിപ്പോഴിതാ CPIM, സർക്കാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ട്, സോണിയാഗാന്ധിയുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയം. ഞാൻ അതുകൊണ്ട് വളരെ ബോധപൂർവമാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ രാജീവ് വധവുമായി ബന്ധപ്പെട്ട സാഹചര്യം ഞാൻ വിശദീകരിച്ചത്. അപ്രതീക്ഷിതമായി ഒരു മനുഷ്യ ബോംബ് എങ്ങനെ അവിടെ പൊട്ടിത്തെറിച്ചു എന്നുള്ളത് ഞാൻ വിശദീകരിച്ചത് ബോധപൂർവമാണ്. അതിനെ തുടർന്നാണ് വലിയ സുരക്ഷ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് ഏർപ്പെടുത്തേണ്ടി വരുന്നത്. അവരുടെ ഇടയിലേക്കാണ് ഉണ്ണികൃഷ്ണ പോറ്റി വന്ന് ചരട് കെട്ടുന്നു, ദൃശ്യങ്ങളിലുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ആ ഇടത്തേക്ക് ആക്സസ് ഉണ്ടായി എന്നുള്ളത്, കടകംപള്ളിക്കൊപ്പമുള്ള ഫോട്ടോ ഉണ്ടല്ലോ, മുഖ്യമന്ത്രിക്കൊപ്പം സ്വപ്ന സുരേഷ് ഉള്ള ഫോട്ടോ ഉണ്ടല്ലോ എന്നതുപോലെ അതിനെ താരതമ്യപ്പെടുത്താൻ കഴിയുന്നതാണോ? ആദ്യമായിട്ട് SIT-യെ സംബന്ധിച്ച് ഈ ശബരിമലയിൽ തുടക്കം മുതൽ മിക്കവാറും എല്ലാ ചാനലുകളിലും ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് വലതുപക്ഷ മാധ്യമങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ചോദ്യം ഈ SIT-യെ സംബന്ധിച്ചാണ്. ഒരു ദിവസം അവർ SIT-യുടെ പേരിൽ സംശയം ഉന്നയിക്കും, ആക്ഷേപം ഉന്നയിക്കും. അടുത്ത ദിവസം അവർ SIT-ക്ക് സർക്കാരുമായിട്ടൊരു ബന്ധമില്ല, SIT ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നീതിപൂർവമായി അന്വേഷണം നടത്തുന്ന ഒരു ഏജൻസിയാണ്, അത് നിങ്ങൾക്ക് കാര്യമൊന്നുമില്ല, ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കല്ല, നിങ്ങൾ നേരിട്ട് ചെയ്യാത്തത് കൊണ്ട് അത് അങ്ങനെ നടക്കുന്നത്, ഗവൺമെന്റ് അതിനകത്ത് ഇടപെടാത്തത് കൊണ്ടാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്, വാസു സാറിനെ അറസ്റ്റ് ചെയ്തത് എന്ന നരേറ്റീവാണ് അതിന് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോഴെല്ലാം നമ്മൾ ഇത് ആവർത്തിച്ച് പറയാറുണ്ട്. അതായത് ഇത് 2019 തുടങ്ങുന്നത്. ഈ അന്വേഷണം ധാരാളം പേരിലേക്ക് എത്തും. SIT നീതിപൂർവമായിട്ടാണ് അന്വേഷണം നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാന കാരണം SIT-യെ നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മടിയിൽ കനമില്ലാത്തത് കൊണ്ട് CPM ഭരിക്കാൻ ഏൽപ്പിച്ചവർക്ക് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റില്ല എന്ന വിശ്വാസമുള്ളത് കൊണ്ട്, അഥവാ വീഴ്ച പറ്റിയാൽ അവരനുഭവിക്കണം എന്ന ധാരണയുള്ളത് കൊണ്ട്, ഒരു മാൽ പ്രാക്ടീസ് നടത്തുന്നവരെയും സംരക്ഷിച്ച ചരിത്രം CPIM-ന് ഇല്ല എന്നുള്ളത് കൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് CPIM ഈ അന്വേഷണത്തെ നേരിട്ടത്, അഡ്രസ് ചെയ്തത്, അതിന് പിന്തുണ പ്രഖ്യാപിച്ചത്. അപ്പൊ ഗവൺമെന്റാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാകണമെന്ന് ബഹുമാന്യ ഹൈക്കോടതിയോട് ആവശ്യപ്പെടുന്നത്. ഹൈക്കോടതിക്ക് യുക്തമായ രീതിയിൽ അവർക്ക് വിശ്വാസ്യതയുള്ള ആളുകളെയാണ് SIT ആയിട്ട് നിശ്ചയിക്കുന്നത്. അവർ നല്ല ജോലി ചെയ്യുന്നുണ്ട്. SIT പൊതുവെ എല്ലാവർക്കും സ്വീകാര്യമായി. UDF-ന്റെ ആളുകളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് SIT-ക്ക് പേരിൽ അവർക്ക് സംശയം വരുന്നത്. അല്ലെങ്കിൽ SIT ഗവൺമെന്റിന് യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത ഏജൻസി എന്ന രൂപത്തിലാണ് അവരതിനെ കാണുന്നത്. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്, ഈ സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം. ഞാൻ ഡിസംബർ 31 നടന്ന ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത്, ഈ 2025 അവസാനിക്കുകയും 2026 തുടങ്ങുമ്പോൾ കളി മാറാൻ പോവുകയാണ്. ഇതുവരെ ഉണ്ടായ സാഹചര്യമല്ല 26-ലേക്ക് എത്തുമ്പോൾ മാറുന്നത്. കാരണം ഡിസംബർ 31 പുറത്തു വന്നു, UDF കൺവീനർ അടൂർ പ്രകാശിനെ SIT ബന്ധപ്പെട്ട് കഴിഞ്ഞു. അത് എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഭണ്ഡാരിയും ഗോവർദ്ധനും അതിൻ്റെ അങ്ങേ തലയ്ക്കൽ, കയറിൻ്റെ അങ്ങേ തലയ്ക്കൽ നിൽക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ഒന്നാമത്തെ കോൺഗ്രസ് നേതാവുമാണ് എന്നൊരു ശൃംഖല രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഹാലിളയുകയാണ്. അപ്പോൾ ഈ പാട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വൈറലായ പാട്ടാണ് പോറ്റിയെ കേറ്റി എന്നുള്ള പാട്ട്. ഈ പാട്ട് യഥാർത്ഥത്തിൽ ഒരു പാട്ടിന്റെ നിലവാരമൊന്നും അതിലില്ല, പാരഡിയുടെ നിലവാരം പോലും ഇല്ല. അതൊരു മുദ്രാവാക്യമാണ്, താളാത്മകമായി ചൊല്ലുന്ന മുദ്രാവാക്യമാണ്. പക്ഷെ ഒരിക്കലും അത് ഒരു ഭക്തിഗാനത്തെ ബന്ധപ്പെടുത്തി അങ്ങനെ ചെയ്തുകൂടാത്തതാണ്, രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ചെയ്തുകൂടാത്തതാണ്. അത് പോട്ടെ, അതായത് നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് പറഞ്ഞുള്ളൂ, അല്ലാതെ വേറെ ഒന്നും അതിന്റെ മറ്റു കാര്യങ്ങൾ പറഞ്ഞില്ല. അപ്പൊ ഈ പാട്ടിന്റെ പല്ലവി വളരെ ശരിയാണ്. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പാക്കി മാറ്റി എന്നുള്ള പല്ലവി ശരിയാണ്. പക്ഷെ അനുപല്ലവിയിലേക്ക് വരുമ്പോൾ അതിന്റെ വരികൾ മാറ്റി എഴുതേണ്ടി വരും. പോറ്റിയെ കയറ്റി എന്നുള്ളത് ഇവർ പറഞ്ഞത് 2019 ശേഷം ഊഹിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ പോറ്റി കയറിയത് 2000 ശേഷമാണ്. 2000 ശേഷം കയറിയ പോറ്റിയുമായിട്ട്
CPIM-ന്റെയും മുഖ്യമന്ത്രിയുടെയൊക്കെ പടത്തെക്കുറിച്ച് അവർ പറയുന്നത്, ഇപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ കാണാൻ പോറ്റി ചെല്ലുന്നു. ഈ പാനലിൽ ഇരിക്കുന്ന ആർക്കും നാളെ പോയി കടകംപള്ളി മന്ത്രിയാണെങ്കിൽ, ഇപ്പൊ മന്ത്രിയല്ലത്, അതുപോലുള്ളൊരു മന്ത്രിയെ കാണുന്നതിന് തിരുവനന്തപുരത്ത് ഒരു പ്രയാസമില്ല. അത് സാധാരണ ജനങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം അവസരമുണ്ട്, പ്രത്യേക പാസ് എടുത്താൽ രാവിലെയും അവസരമുണ്ട്. അത് അവരുടെ പോലീസ് അന്വേഷണം നടത്തിയിട്ടല്ല അവരെ കയറ്റുന്നത്. ഒരു സാധാരണ എല്ലാവർക്കും പ്രാപ്യമാണ്. പക്ഷേ പലരും പലതവണ നമ്മളെല്ലാം വ്യക്തമാക്കിയതുപോലെയും ബഹുമാന്യ മുഖ്യമന്ത്രി ആവർത്തിച്ചതുപോലെയും സോണിയാഗാന്ധി എന്ന് പറഞ്ഞാൽ 4-5 പേരിൽ ഡീസന്റ് കാറ്റഗറിയിൽ വരുന്ന 4-5 പേരിൽ ഒരാൾ. അവിടെ എത്തപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് ഒന്നുകിൽ വ്യക്തിപരമായി അവരുടെ ധാർഷ്ട്യം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അവരെ ഇപ്പൊ കാണേണ്ടതില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത് എന്തുവാകാം. ഞാനതിൽ വ്യക്തിപരമായിട്ട് സോണിയാഗാന്ധിയെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ എന്തുവാകാം, അക്കാരണത്താലാണ് ഇന്ത്യയിൽ പല സ്റ്റേറ്റിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി പോയത്. ഇപ്പൊ കേരളത്തിൽ ശ്രീ കെ കരുണാകരനും അദ്ദേഹത്തിന്റെ മകൻ ശ്രീ കെ മുരളീധരനും സോണിയാഗാന്ധിയെ നന്നായിട്ട് അതിന്റെ പേരിൽ ആക്ഷേപിച്ചിട്ടുള്ളവരാണ്. മദാമ്മ എന്ന് വിളിച്ചിട്ടാണ് അവരെ ആക്ഷേപിച്ചത്. അവരുടെ വലങ്കൈയായി പ്രവർത്തിച്ച് കേരളത്തിന്റെ ചാർജുകാരനായി വന്നുകൊണ്ടിരുന്ന ശ്രീ അഹമ്മദ് പട്ടേലിനെ പറഞ്ഞത് ശ്രീ കെ മുരളീധരൻ പറഞ്ഞത് അലുമിനിയം പട്ടേൽ എന്നാണ്. അങ്ങനെയാണ് അവർ DEC ഉണ്ടാക്കുന്നത്. പക്ഷെ പിൽക്കാലത്ത് അവർ തിരിച്ച് കോൺഗ്രസിലേക്ക് പോയി. കാരണം CPIM മുന്നണിയുടെ ഭാഗമാക്കാൻ കഴിയാത്ത സാഹചര്യം CPIM-നുണ്ടായിരുന്നു. അത് CPIM-ന്റെ ഇടതുപക്ഷ മുന്നണി പ്രശ്നമാണ്. അതുകൊണ്ട് അവർ തിരിച്ചങ്ങോട്ട് പോയെ. ഇല്ലെങ്കിൽ ശ്രീ കെ മുരളീധരനും പത്മജ ഇന്ന് BJP പോയില്ലായിരുന്നു. അവര് കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുമായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള സോണിയാഗാന്ധി എടുക്കൽ, ഒരു പോയിന്റോടെ പറഞ്ഞ് ഞാൻ അവസാനിക്കാം. ഞാൻ അവതാരിക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. ഒരു പോയിന്റോടെ ഉള്ളൂ. ഈ അടൂർ പ്രകാശ് വിളിച്ചുകൊണ്ട് പോയെന്നല്ലേ നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അടൂർ പ്രകാശ് പറഞ്ഞ എന്താ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെ വിളിച്ചുകൊണ്ട് പോയതാ. അപ്പൊ കളി മാറി. ശ്രീ കരുണാകരനും വിശ്വനാഥ് ശർമ്മയ്ക്കും മറ്റു കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രാപ്യമല്ലാത്ത ഇടത്തിലേക്ക് UDF കൺവീനറായി പിന്നെ മാറി അടൂർ പ്രകാശ് അല്ല അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ കളി മാറി ബേസിൽ. കാരണം സോണിയാഗാന്ധി എടുക്കൽ ഇവരെക്കാൾ വലിയ സ്വാധീനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട് എന്നുള്ളത്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചിട്ടാണ് ഇവര് പോയത്. കാവിൽ വേല കാണാൻ വരുന്നോ എന്ന് ചോദിച്ചു പോകുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരെ വിളിച്ചവിടെ കൊണ്ടുപോയി ഇവരാ പറയുന്നത്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാജിയായിട്ടുള്ള ബന്ധം. പിന്നെ പറഞ്ഞു കേട്ടത് സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത കേസിന് മാനനഷ്ടം കൊടുത്തിട്ടില്ല ബേസിൽ. സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞത് സോണിയാജിയുടെ സഹോദരിമാർക്ക് ഇത്തരം വിലപിടിപ്പുള്ള മൂല്യങ്ങൾ കച്ചവടം ചെയ്യുന്ന ബിസിനസ് വിദേശത്തുണ്ട്. ഒരു കാര്യം കൂടി, ആ ഫോട്ടോയുടെ ബാക്കിൽ ഒരു വിദേശി ഉണ്ടായിരുന്നു. അയാൾ ആരാന്ന് കൂടി കോൺഗ്രസ് വ്യക്തമാക്കണം.